ഹലോ പീപ്പിൾ, അപ്പോൾ ഇതാ ഞങ്ങൾ അമൃത്സറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു ഗോൾഡൻ ടെമ്പിളിൽ പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് അമൃത്സർ എയർപോർട്ടിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്, ക്ലിപ്പാണ്. ഭയങ്കര തിരക്കായ കാരണം അവിടെ പിന്നെ ഞാൻ കൂടുതലൊന്നും എടുത്തില്ല. പിന്നെ വേഗം വൈകുന്നേരം പോയിട്ട് ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്തിട്ട് പോകണമായിരുന്നു ദർശനം ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഒരു എൻട്രൻസ് പറയാം, മെയിൻ ദ്വാർ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഒരു 3-4 വഴി കൂടെ വരാം. ഞങ്ങൾ ഈ വഴി കൂടെയാണ് പോയത്. ഇതിൽ നേരെ നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിറയെ മാർക്കറ്റ്സ് ആണ്. അതായത് ഷോപ്പിംഗ് ചെയ്ത് നിങ്ങൾ അവിടെ മരിക്കും. അത്രയ്ക്ക് വില കുറവുള്ള സാധനങ്ങളുമാണ്, നല്ല സാധനങ്ങളുമാണ്. ഭയങ്കര ഇപ്പോൾ അമൃത്സറിലെ ഏറ്റവും ഫേമസ് മറ്റേ ജുത്തി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ വെറൈറ്റീസാണ് എല്ലാ കടകളും കാണുക. അപ്പോൾ ഇത് മൊത്തം ചുറ്റും എല്ലായിടത്തും കടകളും കാര്യവും ചെറിയ ചെറിയ ഹോട്ടൽസും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ സ്റ്റാച്യു പോലത്തെ ഇല്ലേ, ഇത് നമ്മുടെ ജാലിയൻവാല ബാഗ് ഓർമ്മയില്ല, അതിൻ്റെ ഒരു അതിൽ മരിച്ച ആൾക്കാരുടെ കുറച്ച് സ്റ്റാച്യു പോലെയാണ് പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമൃത്സർ ഗോൾഡൻ ടെമ്പിളിൽ നമ്മൾ പോകുമ്പോൾ 2 കാര്യമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അതായത് ഗേൾസിന് സ്ലീവ്ലെസ് പാടില്ല, സൽവാർ കമ്മീസ് ദുപ്പട്ട ഇടാം, അല്ലെങ്കിൽ ഇപ്പോൾ ജീൻസും ടോപ്പ് ആയാലും കുഴപ്പമില്ല, കൈയുള്ള ടോപ്പ് ആവണം. അപ്പോൾ അതിൻ്റെ മേളിൽ നമുക്ക് ദുപ്പട്ട അല്ലെങ്കിൽ അവിടെ അവരൊരു തലയിൽ കെട്ടാനുള്ള സാധനം തരും, അത് മേടിച്ചാൽ മതി. അപ്പോൾ അത് നമുക്ക് കെട്ടിയിട്ട് നമുക്ക് അകത്തേക്ക് പോകാം. അവിടെ ചെന്ന് കയറുമ്പോൾ എന്തൊരു പ്രത്യേകതരം ഒരു ഫീലാണ് അവിടെ. ഭയങ്കര പോസിറ്റിവിറ്റിയും പീസ്, നമ്മൾ പറയില്ലേ, നല്ല ഹിന്ദിയിൽ പറഞ്ഞാൽ ഭയങ്കര സുക്കൂനാണ് അവിടെ പോകുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ അവിടെ ചെറിയൊരു വെള്ളം പോലെയുണ്ട്. വെള്ളം എന്ന് വെച്ചാൽ നമ്മുടെ കാലൊന്ന് നനച്ചിട്ട് പോവുക എന്നൊരു അർത്ഥമാണ്. അപ്പോൾ ഈ നേരെ കാണുന്നത് അമൃത് സരോവർ ലേക്ക് എന്ന് പറഞ്ഞൊരു ഇതാണ്. അപ്പോൾ അത് അമൃത് സരോവറിലാണ് ഈ അമൃത്സർ എന്നുള്ള പേര് ആ സ്റ്റേറ്റിന് വന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഒരു സേക്രഡ് ആയിട്ടൊരു വെള്ളമാണ്. അപ്പോൾ അതിൽ നമുക്ക് കാലും കൈയും മുഖമൊക്കെ നനയ്ക്കാം. ചില ആൾക്കാർ അവിടെ നമുക്ക് എന്താ പറയുക, മുങ്ങുകയും ചെയ്യാം, അതായത് തല നനച്ച് അങ്ങനെ അതും ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ മോസ്റ്റ്ലി അവിടെ എന്താ പറയുക, അല്ലാണ്ട് അവിടെ സിഖ് മാത്രമൊന്നുമല്ല, ഹിന്ദുക്ക് പോവാം, മുസ്ലിം പോവാം, ക്രിസ്ത്യൻ, ഏത് വിധ മത ആചരിക്കുന്ന ആൾക്കാർക്കും അവിടെ പോകാം. അവിടെ യാതൊരു റെസ്ട്രിക്ഷൻസ് ഇല്ല. കാരണം സിഖിൻ്റെ ഏറ്റവും വലിയൊരു ഇത് തന്നെയല്ല, എല്ലാവരെയും ഒരുപോലെയാണ് അവർ കാണുന്നത്. അതായത് ഈക്വാലിറ്റിയാണ് അവരുടെ മെയിൻ ഇത്. പിന്നെ സിഖിൻ്റെ നമുക്ക് പറയുമ്പോൾ നമ്മുടെ ഈ പഞ്ചാബികളുടെ കാര്യം പറയുമ്പോൾ ലോകത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം ഇവരാണ് എത്തുന്നത്. പിന്നെ അവരുടെ ഫേമസ് ആണ് ലങ്കർ എന്ന് പറയും. ലങ്കർ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ അന്നദാനം പോലെയാണ്. അത് ആർക്കും പോയി കഴിക്കാം. നല്ല അവർ ഭയങ്കര ഫ്രണ്ട്ലി ആൻഡ് ബ്യൂട്ടിഫുൾ പീപ്പിളാണ് അവർ.